ഈ ലോക്കോ പൈലറ്റ് വിചാരിച്ചായി ട്രെയിൻ പാളം തെറ്റിക്കാൻ സാധിക്കുമോ? ആ സമയത്ത് പെട്ടെന്ന് ഈ എൻജിൻ്റെ മുൻഭാഗം ഈ ട്രാക്കിൽ നിന്നും മാറി പൊടിയൊക്കെ പുറത്തേക്കൊണ്ട് അതിങ്ങനെ പോകുന്നതായിട്ട് കണ്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്ത് നിർത്തി. കല്ലേറ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈവൻ തരത്തിൽ ഈ ഗ്രില്ലൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചെറിയ കല്ലായിരിക്കും വരുന്നത്, ആ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിലും വരും. ഇങ്ങനെ വന്ന് ഈ വാഹനത്തിൽ ഇടിക്കുന്ന സമയത്ത് ഈ ട്രെയിന് കേടുപാടുകളൊന്നും ഉണ്ടാവില്ലേ? ചെറിയ തോതിലുണ്ടാവും, ചെറിയ തോതിലുള്ള കേടുപാടുകളുണ്ടാവും. എന്നാലും ഈ വാഹനത്തിൻ്റെ ബോഡിയും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ കൂടെ റിജിഡാണിത്. കാരണം ഇതൊരു വെയിറ്റ് കൂടുതൽ വേണമെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, ഡീറെയിൽമെൻറ്റൊക്കെ ഉണ്ടാവാതിരിക്കാൻ പറ്റും. അപ്പോൾ അത് നല്ല കട്ടിയുള്ള മെറ്റൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നാലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഈ ട്രെയിൻ ഹോൺ മുഴക്കുന്നതിന് പിന്നിലും പല കാര്യങ്ങളുണ്ട്, ഒരു പ്രത്യേകതകളുണ്ടെന്നൊക്കെ പറയണ കേൾക്കാറുണ്ട്. അത് എങ്ങനെയാണ് ഇതിൻ്റെ? ട്രെയിൻ പ്രധാനമായിട്ടും ട്രെയിനിൻ്റെ ഹോണിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മറ്റ് വാഹനങ്ങൾക്കൊക്കെ ഉള്ള പോലെ തന്നെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങൾ മാറാനും ഒക്കെയാണ്. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു കീറാമുട്ടിയായിട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്നത് ഈ ഹോൺ തന്നെയാണ്. അതിന് വിസിൽ എന്നാണ് ഞങ്ങൾ ടെക്നിക്കലി പറയുക. ഹോൺ എന്നുള്ളൊരു വാക്കേ ഇല്ല റെയിൽവേയിൽ, പുള്ളി വിസിൽ. ഈ വിസിലിന് വിസിൽ കോഡ്സ് ഉണ്ട്. ഞങ്ങൾ പഠിക്കുന്നുണ്ട്, കുറേ കോഡുകളുണ്ട്. അതായത് നമ്മൾ പണ്ട് ഈ ടെലഗ്രാമൊക്കെ അടിച്ചുകൊണ്ടിരുന്ന പോലെ നമ്മൾ ഓരോ പോസ് നീളമുള്ള ഹോണ്, ചെറിയ ഹോണ്, ചെറിയ വിസിൽ, അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ്, അങ്ങനെയൊക്കെ വന്നിട്ട് ഓരോന്നും വിസിൽ കോഡ്സ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, പക്ഷേ ഒരു ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു, അപ്പോൾ ട്രെയിൻ ചെയിൻ വലിച്ചിട്ടാണ് നിന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു കോഡുണ്ട്, അത് മുഴക്കും. അതൊക്കെ ഒരു ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രം, അല്ല ഗാർഡിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ മുഴക്കാറുണ്ട്. അപ്പോൾ അത് ഇവർ ഈ ഒരു 3 ട്രിയോ എന്ന് പറയുന്നത് സ്റ്റേഷൻ മാസ്റ്റർ, പിന്നെ ഗാർഡ്, ലോക്കോ പൈലറ്റ്. ഇപ്പോൾ ഗാർഡ് എന്നല്ല, TMR എന്നാണ് അയാളുടെ പേര്. ഇവർ 3 പേരും കൂടെയുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമാണ്. പിന്നെ അതുകൂടാതെ യാർഡിലും, നമ്മളിപ്പോൾ യാർഡിൽ നമ്മളൊരു ട്രെയിൻ റെഡിയായി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതിന് വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ അറിയിക്കാൻ, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ആളുകൾ, ഇത് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കങ്ങൾ നടത്തേണ്ട ആളുകളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോണുകൾ ഉണ്ട്, വിസിൽ കോഡ്സ് ഉണ്ട്. അതല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് വരുന്നു, നമ്മൾ ഹെൽപ്ലെസ് ആണ്, നമ്മുടെ ട്രെയിൻ ഔട്ട് ഓഫ് കൺട്രോളായി, ആരെങ്കിലും രക്ഷിക്കൂ എന്നുള്ളതിന് വേണ്ടി ഒരു SOS സന്ദേശം, അതിന് വേണ്ടിയിട്ട് വരെയും വിസിൽ കോഡ്സ് ഉണ്ട്. അങ്ങനെ പല പല കോഡുകളുണ്ട്. അതെല്ലാം വിവരിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. സാധാരണഗതിയിൽ ഈ ട്രെയിനുകൾ ഈ അട്ടിമറി ശ്രമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പൊതുവെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പലപ്പോഴായിട്ട് കേൾക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ട്രെയിനിന് നേരെ ഉണ്ടാകുന്ന കല്ലേറ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് ബാധിക്കുക? ഇത്തരത്തിലുള്ള ഒത്തിരി സംഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. കല്ലേറ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ട്രെയിൻ പോയപ്പോൾ കോട്ടയത്തിനും ഏറ്റുമാനൂരിനും ഇടയ്ക്ക് എൻ്റെ വണ്ടിയുടെ മുമ്പിൽ തന്നെ ഒരു പയ്യൻ വന്നിട്ട് കല്ലെറിഞ്ഞു. ഗ്ലാസ് പൊട്ടി. അത് ഇലക്ട്രിക് ട്രെയിൻ ആയിരുന്നു. ആ ഗ്ലാസ് പൊട്ടിയിട്ട് ആ കല്ല് കൃത്യമായിട്ട് എൻ്റെ നെറ്റിയിൽ തന്നെ വന്ന് പതിച്ചു. ഞാൻ പിന്നെ കോട്ടയം വരെ അന്ന് വർക്ക് ചെയ്തുള്ളൂ. കോട്ടയത്ത് തന്നെ ഇറങ്ങി, ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ഡ്രസ് ചെയ്തിട്ട് വേറൊരു ലോക്കോ പൈലറ്റ് വന്നിട്ടാണ് ആ ട്രെയിൻ പിന്നീട് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഏറ്റവും ദാരുണമായത്, ഞങ്ങളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിരുന്ന എൻ്റെ സഹപ്രവർത്തകനായിരുന്ന ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നൊരു ഡീസൽ അസിസ്റ്റൻ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. അത് ഏതോ ഒരുത്തൻ ഒന്ന് കല്ലെറിഞ്ഞ, ഇത് നേരത്തെയുള്ള ഡീസൽ എഞ്ചിനിൽ ഞാൻ പറഞ്ഞല്ലോ, 13 നമ്മൾ വെളിയിലായിരിക്കും, ഒരു സൈഡിലേക്കായിരിക്കും. അപ്പോൾ നേരെ കൃത്യമായിട്ട് വന്ന് കല്ല് കണ്ണിൽ കൊണ്ടുവന്നു. ഈ കല്ല് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ട്രെയിൻ അങ്ങോട്ട് പോവുക. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഫിസിക്സിൽ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഉള്ള ആകത്തുകയായിട്ടുള്ള സ്പീഡാണ് എഫക്റ്റീവായിട്ട് വരിക. ആ സ്പീഡിലാണ് കല്ല് വരുന്നത്. അപ്പോൾ 50 കിലോമീറ്റർ സ്പീഡിൽ ഒരുത്തൻ എറിഞ്ഞാലും ഈ ട്രെയിനിന് 50 കിലോമീറ്റർ സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ 100 കിലോമീറ്റർ സ്പീഡിൽ ഒരു കല്ല് പാഞ്ഞു വരികയാണ്. ആ കല്ല് കൊണ്ടുവന്നിട്ട് അയാളുടെ കണ്ണ് പൂർണ്ണമായിട്ട് തകർന്നു പോയി. തകർന്നു പോയപ്പോഴത്തേക്കും ദീർഘനാൾ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നു. മറ്റേ കണ്ണിലും കൂടി ഇൻഫെക്ഷൻ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർക്ക് കിണഞ്ഞ് പരിശ്രമിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് ഈ ഒരു കേടറിൽ നിന്നും മാറ്റി നിർത്തേണ്ടി വന്നു. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ണ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും റെയിൽവേയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് റിട്ടയർഡായി. ഇപ്പോഴും എൻ്റെ സുഹൃത്താണ്. ഇദ്ദേഹം ഇപ്പോഴും നടക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വലിയൊരു, അതായത് ഇവിടെ മൊത്തം അത് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയാനകമാണ്. ഒരു വലിയൊരു ഹോള് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു വെച്ചിട്ടാണ് അദ്ദേഹം, ഒരു വെടിയുണ്ട കയറുന്ന പോലെ തന്നെയാണ്. കാരണം കല്ലേറ് എന്ന് പറയുന്നത് പൊതുജനം മനസ്സിലാക്കാത്തതുകൊണ്ട്, എന്തെങ്കിലും വെള്ളം അടിച്ചിട്ടോ അല്ലെങ്കിൽ സിസ്റ്റത്തിനോടുള്ള വിരോധം കൊണ്ടോ അല്ലെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ടൊക്കെ ആയിരിക്കും ഒരു കല്ലെടുത്തങ്ങ് എറിഞ്ഞേക്കാം പോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ. പക്ഷേ അത്
ഉണ്ടാക്കാവുന്ന ഗുരുതരമായ പ്രത്യാഘാതം ഭയങ്കരമാണ്. അതുപോലെ തന്നെ വിജയകൃഷ്ണൻ എന്ന് പറയുന്നൊരു ഒരു ലോക്കോ പൈലറ്റ് ഉണ്ട്. അദ്ദേഹത്തിന് കണ്ണ് നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ഇപ്പോൾ TT ആയിട്ട് പിന്നെ ഇത് വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അദ്ദേഹം ഇതിൻ്റെ ഒരു വിക്റ്റിമാണ്. തരത്തിൽ ഈ ഗ്രില്ലൊക്കെ ഉണ്ട്, എന്നാൽ പോലും ചിലപ്പോൾ ചെറിയ കല്ലായിരിക്കും വരുന്നത്. ആ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിലും വരും. എല്ലാം കംപ്ലീറ്റ് അങ്ങ് കവർ ചെയ്തൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു അട്ടിമറി ശ്രമം നടന്നിട്ടുണ്ട്. എറിയുന്നവരെ പിടിക്കാനും പിന്നെ പരിമിതികളുണ്ട്. പക്ഷേ എന്നാൽ പോലും RPF-ഉം പോലീസും ഒക്കെ ഇടപെട്ട് ചില ആൾക്കാരെയൊക്കെ പിടിക്കുന്നതായിട്ട് നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. ഇതൊരു നല്ല കാര്യമാണ്. പിന്നെയുള്ളതാണ് ഈ അട്ടിമറി ശ്രമം എന്ന് പറയുന്നത് ഒരു അട്ടിമറി ശ്രമത്തിൽ ഞാൻ അതിജീവിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയും അന്നത്തെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെയും അന്നത്തെ TMR-ൻ്റെയും ആ ഒരു അന്വേഷണ നിപുണത കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു പോയൊരു കേസുണ്ട്. ഒരു പാസഞ്ചർ ട്രെയിനിൽ ഞാനന്ന് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായിട്ട് വർക്ക് ചെയ്തപ്പോൾ കുമ്പളം ആലപ്പുഴ ലൈൻ ഉദ്ഘാടനം ചെയ്തിട്ട് അധികം നാളായില്ല. കുമ്പളം സ്റ്റേഷൻ കഴിഞ്ഞിട്ട് എഴുപുന്നയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അരൂർ കഴിഞ്ഞിട്ട് അപ്രോച്ച് ചെയ്യുകയാണ് എഴുപുന്ന സ്റ്റേഷനിലേക്ക്. എല്ലാ സ്റ്റേഷനിലും നിർത്തുന്ന പാസഞ്ചർ ട്രെയിൻ. ആ സമയത്ത് പെട്ടെന്ന് ഈ എൻജിൻ്റെ മുൻഭാഗം ഈ ട്രാക്കിൽ നിന്നും മാറി ഡീറെയിലായി പൊടിയൊക്കെ പുറത്തേക്കൊണ്ട് അതിങ്ങനെ പോകുന്നതായിട്ട് കണ്ടു. പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്ത് നിർത്തി. അപ്പോൾ ഡീറെയിൽമെൻറ്റായി. അപ്പോൾ ലോക്കോ പൈലറ്റിന് ടെൻഷനായി. ഇപ്പോൾ സ്പീഡോമീറ്റർ നോക്കും, സ്പീഡിലൊക്കെ കറക്റ്റാണ്. എന്നാലും പുള്ളിക്കൊരു ടെൻഷനാണ്. കാരണം ഇത് പിന്നെ എൻക്വയറി ആയി, കാര്യങ്ങളായി, എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പണിഷ് ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിച്ച് ഓടിച്ചില്ല എന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. അങ്ങനെ ഒരു ടെൻഷനായി. ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. അപ്പോൾ സന്ധ്യയായി വരുന്നുണ്ട്. അപ്പോൾ ഞാനും ഗാർഡും ഒക്കെ വിട്ട് നമുക്ക് ജസ്റ്റ് ആ ഡീറെയിലായ സ്ഥലം വരെ ഒന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞു. അത് നോക്കിയിട്ടൊന്നും കാര്യമില്ല എന്ന് ലോക്കോ പൈലറ്റ് പറഞ്ഞു. അന്നത്തെ ഡ്രൈവർ പറഞ്ഞു, അല്ല ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്നാൽ. അപ്പോൾ ടോർച്ചൊക്കെ എടുത്ത് ഞങ്ങൾ പോയി നോക്കി. അപ്പോഴത്തേക്കും എറണാകുളത്തു നിന്ന് ക്രെയിനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ബൈ റോഡ് ഓഫീസേഴ്സൊക്കെ ഇതൊക്കെ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി നടന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രാക്കിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഓരോ സമയത്തുണ്ടായ ഡെവലപ്മെൻറ്റ്. ആ ട്രാക്ക്, അതായത് റെയിൽ ലൈനുകളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാത, അത് കുറച്ച് പഴയ സിസ്റ്റത്തിലായിരുന്നു അന്ന് ഓടിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഗ്യാപ്പുകളും ഒക്കെയുള്ള ഒരിതായിരുന്നു. അപ്പോൾ ഈ എക്സ്പാൻഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോഴത്തേക്കും കൂട്ടിച്ചേർന്ന് വളയാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. കൊച്ചു കൊച്ചു റെയിലുകൾ അടുപ്പിച്ചടുപ്പിച്ചാണ് അന്ന് ചെയ്തിരുന്നത്. ആ ഒരു ഗ്യാപ്പിൽ ഇതിൻ്റെ ഒരു ആണിയുണ്ട്. ആണി പോലെ ഒരു ആപ്പ് പോലത്തെ ഒരു സാധനമുണ്ട്, ഒരു പാക്കിംഗ് പോലത്തെ ഇരുമ്പിൻ്റെ അന്നത്തെ. അതിങ്ങനെ ഇടയ്ക്ക് അടിച്ചടിച്ച് കയറ്റും. കീമാൻ എന്ന് പറയുന്ന ഒരു തസ്തിക തന്നെയുണ്ട്, അത് അടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട്. ആ സാധനം നേരെ പെർപെൻഡിക്കുലറായിട്ട് ഇതിൽ അടിച്ച് ആരോ കയറ്റിയിരിക്കുന്നു. അതിൽ കൊണ്ട് ഈ വീല് തട്ടിയിട്ട് അത് കുറച്ച് വളഞ്ഞിട്ടുമുണ്ട്. വീല് അടിച്ചിട്ടത് അനങ്ങാൻ വയ്യ, അത് ഭയങ്കരമായിട്ട് ഉറച്ചിരിക്കുക അവിടെ. അപ്പോൾ അതിൽ തട്ടിയാണ് ഈ വീല് അപ്പുറത്ത് പോയിട്ടത് ഡീറെയിലായത്. അത് ഞങ്ങൾ കണ്ടുപിടിച്ചു. അന്ന് പിന്നെ മൊബൈൽ ഫോണൊന്നും ഇല്ല, ഫോട്ടോ എടുത്ത് കാണിക്കാനൊന്നും നിർവാഹമില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഓഫീസർ വരുന്നിടം വരെ അവിടെ തന്നെ നിന്നു. അവിടെ നിന്നിട്ട് ഇതിൻ്റെ ഒരു സേഫ്റ്റി ഓഫീസർ വന്ന് അദ്ദേഹത്തിന് ഞാൻ കാണിച്ചു കൊടുത്തു. സാർ, ഇതാണ് അതിൻ്റെ റീസൺ, ഇതാണിത് ഡീറെയിലാവാനുള്ള കാരണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാളത് രേഖപ്പെടുത്തി റിപ്പോർട്ട് എഴുതി. അങ്ങനെ ആ റിപ്പോർട്ട് എഴുതിയതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് യാതൊരുവിധ എൻക്വയറിയോ അതുപോലെയുള്ള ഡിപ്പാർട്ട്മെൻ്റലായിട്ടുള്ള ഒരു നടപടികളോ നേരിടേണ്ടി വന്നില്ല. അത് പൂർണ്ണമായിട്ടും അട്ടിമറി എന്നുള്ള ഒരു ഇതിൽ പോലീസ് കേസായിട്ട് റെഫർ ചെയ്ത് പോയി. പിന്നീട് ആ കേസിന് എന്ത് സംഭവിച്ചെന്ന് മാത്രം എനിക്കറിയില്ല. സാർ, ഇത്തരത്തിൽ പറയുമ്പോൾ ഈ വിമാനം പൈലറ്റ് മനഃപൂർവ്വം ഒരു ബിൽഡിങ്ങിലേക്ക് ഹിറ്റ് ചെയ്യുന്നു, അങ്ങനെ പല സംഭവങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ലോക്കോ പൈലറ്റ് വിചാരിച്ചായി ട്രെയിൻ പാളം തെറ്റിക്കാൻ സാധിക്കുമോ? ലോക്കോ പൈലറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ പാളം തെറ്റിക്കുകയോ ഡാമേജ് വരുത്തുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കേട്ടിട്ടില്ല എന്ന് മാത്രം. ഒരു ലോക്കോ പൈലറ്റ് വിചാരിക്കുകയാണ് അയാളൊരു ആൻറ്റി നാഷണൽ ആണെന്ന് വിചാരിക്കുക. എനിക്ക് ഈ ലോക്കോ പൈലറ്റ് ആയിട്ടുള്ള ഞാൻ ഇങ്ങനെ ഡാമേജ് വരുത്തുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കൊണ്ടുപോയി ഏതെങ്കിലും വണ്ടിയിലേക്ക് ഇടിച്ച് കയറ്റിക്കാം, അല്ലെങ്കിൽ ഡീറെയിൽ ചെയ്യിക്കാം. ഇത് പുറത്തുനിന്ന് എക്സ്റ്റേണലായിട്ട് നമുക്ക് ഈ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? അതായത് ഈ ട്രെയിനിനുള്ളിലിരിക്കുന്ന ലോക്കോ പൈലറ്റ് അല്ലാതെ നമ്മൾ സിഗ്നൽ സിസ്റ്റം അല്ലെങ്കിൽ കൺട്രോൾ റൂമിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ ഈ ഒരു പരിധി വരെ ചെയ്യാൻ സാധിക്കും. അത് ഇലക്ട്രിക് ട്രെയിനിൽ സാധിക്കും. ഇലക്ട്രിക് ട്രെയിനിൽ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OHE
എന്ന് പറയുന്ന സാധനമാണ്. അത് പിന്നെ ഓവർ ഹെഡ് എക്യുപ്മെൻറ്റ്സ് ആണെന്ന് ഞങ്ങൾ പറയുക. മേളിലൂടെ പോകുന്ന ലൈൻ 25 kV വോൾട്ടേജ് അതിൽ നിന്നും കറണ്ട് എടുത്തിട്ടാണ് ഇതിനകത്തെ ട്രാക്ഷൻ മോട്ടോർ വർക്ക് ചെയ്തിട്ടാണ് ഈ ട്രെയിൻ ഓടുന്നത്. അപ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ അതിപ്പം 2 ലോക്കോ പൈലറ്റും അസൽ ലോക്കോ പൈലറ്റും അതിനകത്ത് അബോധാവസ്ഥയിലായി അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചവിട്ടി പിടിക്കേണ്ട കാര്യമില്ല, ഇതിങ്ങനെ ഇതിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നൊരു സംഭവം, എല്ലാം ഹാൻഡ് കൺട്രോൾഡാണ് ഇതിൻ്റെ. ആ സമയത്ത് ഇതിനകത്തൊരു സേഫ്റ്റി ഡിവൈസ് ഉണ്ട്, VCD എന്ന് പറയും, വിജിലൻസ് കൺട്രോൾ ഡിവൈസ് ഉണ്ട്. അതായത് 2 പേരും 1 മിനിറ്റിൽ കൂടുതൽ റെസ്പോൺസ് ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. പക്ഷേ അതൊക്കെ അടുത്ത കാലത്ത് അതെല്ലാ ട്രെയിനുകളിലും മാൻഡേറ്ററിയാണ് ഇപ്പോൾ. പണ്ടത് എല്ലാത്തിലും ഒന്നും ഇല്ലായിരുന്നു. ആ സമയത്താണ് അതല്ലെങ്കിൽ ഈ VCD ഫെയിലായിരിക്കുക എന്നാണ്, ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രിക്കൽ സപ്ലൈ കട്ട് ചെയ്ത് കളയാൻ സാധിക്കും. അതിനകത്ത് വേറൊരു അപകടം കൂടെ ഉണ്ട്, എന്നാൽ പോലും അങ്ങനെ ചെയ്യാൻ സാധിക്കും.